Introduction to files. File is a bunch of bytes stored in secondary memory. Secondary memory ആയതുകൊണ്ട് later retrieval possible ആണ്. There are two types of files, text file ഉം binary file ഉം. Text file എന്ന് പറയുമ്പോൾ it stores information in form of ASCII or Unicode. ആ ഒരു ഫോമാറ്റിലായതുകൊണ്ട് നമുക്കത് പ്രോസസ്സ് ചെയ്യാം, നമുക്ക് ഓപ്പൺ ചെയ്യാം, നമുക്ക് റീഡ് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, എല്ലാം പോസിബിൾ ആണ് ടെക്സ്റ്റ് ഫയലിൽ. ഈച്ച് ലൈൻ എൻഡ്സ് വിത്ത് EOL ക്യാരക്ടർ, എൻഡ് ഓഫ് ലൈൻ ക്യാരക്ടർ. ഓരോ ലൈനും തീരുന്നത് നമ്മൾ ന്യൂ ലൈൻ സിമ്പിൾ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ ട്രാൻസ്ലേഷൻ ഓക്കേഴ്സ് ഓൺ റീഡ് ബാർ റൈറ്റ് EOL. ഈ ഒരു ന്യൂ ലൈൻ കാണുമ്പോൾ അവിടെ ഒരു ഇന്റേണൽ ട്രാൻസ്ലേഷന് നടക്കുന്നുണ്ട്. രണ്ട് ടൈപ്പ് ടെക്സ്റ്റ് ഫയലാണുള്ളത്, റെഗുലർ ടെക്സ്റ്റ് ഫയലും ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ഫയലും. റെഗുലർ ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷനാണ് .txt. നമ്മൾ എൻട്രി ചെയ്യുന്നത് പോലെ പാരഗ്രാഫ് വൈസ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണത് സേവ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പാണ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ഫയൽ. അതിലൊരു ഡീലിമിറ്റർ യൂസ് ചെയ്തിട്ട് വാല്യൂസിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പാരഗ്രാഫ് വൈസ് ഡേറ്റ നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഒരു ടാബുലാർ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീലിമിറ്റഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരാളുടെ റോൾ നമ്പർ, നെയിം, മാർക്ക് നമ്മൾ എൻട്രി ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, അത് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. 12, രമ്യ 53. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡീലിമിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് കോമയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ കോമ സെപ്പറേറ്റഡ് വാല്യൂ ഫയൽസ് അല്ലെങ്കിൽ CSV ഫയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടാബാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ TSV ഫയൽസ് എന്ന് പറയും സെപ്പറേറ്റർ ആയിട്ട്. ഇപ്പോൾ CSV ഫയൽസിൽ ടാബ്, ടിൽഡ് സിമ്പിൾ, പൈപ്പ് സിമ്പിൾ ഒക്കെ പോസിബിൾ ആണ്, സെപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സ്റ്റൻഷൻ .CSV ആണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫയൽസ് ആണ് ബൈനറി ഫയൽ. നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് ഫയൽ ASCII അല്ലെങ്കിൽ യൂണിക്കോഡ് അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു മെമ്മറിയിൽ. പക്ഷെ ബൈനറി ഫയൽസ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ബൈറ്റ് സ്ട്രീം ആയിട്ട് തന്നെയാണ്. അവിടെ EOL ക്യാരക്ടറൊന്നുമില്ല, ലൈന് എൻഡ് ആവുന്നത് ഡിനോട്ട് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇന്റേണൽ ട്രാൻസ്ലേഷനും ഇല്ല. പലതരം എക്സ്റ്റൻഷൻസ് അതിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. .dat ഉണ്ട്, .dav യൂസ് ചെയ്യുന്നുണ്ട്, .bin യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എ ഫയൽ. ഒരു ഫയൽ നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഫയൽ ഓപ്പണിങ്ങിനുള്ള സിൻടാക്സ് ആണ് ഫയൽ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഓപ്പൺ ഫയൽ നെയിം. അപ്പോൾ ഓപ്പൺ ഫംഗ്ഷന് ഒരു ആർഗ്യുമെൻ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് ഓപ്ഷനാണ് ഫയൽ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഓപ്പൺ ഫയൽ നെയിം ആൻഡ് മോഡ്. ഇവിടെ നമുക്ക് 2 ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സിൻ്റെ എണ്ണത്തിലൊരു ഡിഫറൻസ് വരികയാണെങ്കിൽ നമുക്കറിയാം അതിലൊന്ന് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആയിരിക്കും. ഇവിടെ ഈ മോഡാണ് ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ 6 ആണ്. 6 എന്ന് പറയുമ്പോൾ റീഡ് മോഡ്, ഫയൽ ഓപ്പൺ ചെയ്യുന്നത് റീഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇനിയും വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാം. ആ വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വിത്ത് ആദ്യം പറയുക ഓപ്പൺ ഫയൽ നെയിം മോഡ് ആസ് ഫയൽ ഒബ്ജക്റ്റ്. ഫയൽ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യമാണ് ഫയൽ ഒബ്ജക്റ്റ്, ഇവിടെ ആസ് കഴിഞ്ഞ് പറയുന്നു, കോളൻ കൊടുക്കുന്നു, ഇൻഡൻറ്റേഷനുള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എൻ്റർ ചെയ്യുക. വിത്ത് ഓപ്പണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത ഫയൽ ക്ലോസ് ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആയിക്കോളും. ഫസ്റ്റ് സിൻടാക്സ് യൂസ് ചെയ്താൽ നമ്മൾ തനിയെ ക്ലോസ് ചെയ്യേണ്ടി വരും. ഓപ്പൺ എന്നുള്ള ഫംഗ്ഷൻ ദാറ്റ് ക്രിയേറ്റ്സ് എ ഫയൽ ഒബ്ജക്റ്റ്. അത് എവിടെയാണെങ്കിലും അത് ഒരു ഫയൽ ഒബ്ജക്റ്റ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്. ആ ഫയൽ ഒബ്ജക്റ്റ് ആണ് ഒരു ലിങ്കായിട്ട് വർക്ക് ചെയ്യുന്നത്. ഫയലിനെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഹാൻഡിലാണ് ആ ഫയൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ നമ്മൾ 2 ആർഗ്യുമെൻ്റ് ആണ് കണ്ടത്. ഒന്ന് ഫയൽ നെയിം, ഒന്ന് മോഡ്. ഈ ഫയൽ നെയിം എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്ന ഫയലിൻ്റെ പേര്.
അത് കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയിലാണ് ആ ഫയൽ ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്ന് വെച്ചാൽ പൈത്തണിൽ ആണെങ്കിൽ അതിൻ്റെ നെയിം മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അതിനെയാണ് റിലേറ്റീവ് പാത്ത് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയിലല്ല എങ്കിൽ അതെവിടെയാണോ ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹോൾ പാത്ത് സ്റ്റാർട്ടിങ് ഫ്രം ദി റൂട്ട്, നമ്മുടെ ആ ഡ്രൈവ് മുതലുള്ള പാത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ പറയുമ്പോഴാണ് അതിനെ അബ്സല്യൂട്ട് പാത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ സിയിൽ ടെമ്പിലാണെങ്കിൽ ആ ഒരു രീതിക്ക് വേണം നമ്മൾ അവിടെ ഫയൽ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ. അത് അബ്സല്യൂട്ട്. നെയിം മാത്രം പറയുന്നത് റിലേറ്റീവ് പാത്ത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് മോഡ്. മോഡ് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ ഫയൽ യൂസ് ചെയ്യാൻ പോകുന്നത്. റീഡ് ചെയ്യാനാണോ, റൈറ്റ് ചെയ്യാനാണോ, അപ്പെൻഡ് ചെയ്യാനാണോ, എന്താണ് നമ്മുടെ പർപ്പസ്, അത് പറയുന്നുണ്ട്. അലോങ് വിത്ത് ഇനിഷ്യൽ ഫയൽ പോയിൻ്റർ ലൊക്കേഷൻ, എവിടെയായിരിക്കും ആ ഫയൽ പോയിൻ്റർ ഓപ്പണായി നിൽക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഫയലാണെങ്കിൽ ആ പോയിൻ്റർ നമുക്ക് ഫസ്റ്റിൽ കാണാം, അല്ലെങ്കിൽ ആ ഫയലിൻ്റെ ലാസ്റ്റിൽ ആയിരിക്കും, കണ്ടൻറ്റൊക്കെ കഴിഞ്ഞ് എൻഡിലായിരിക്കും ആ പോയിൻ്റർ നിൽക്കുന്നത്. ആ ലൊക്കേഷനും കൂടി നമുക്കിതിൽ കൂടി അറിയാൻ പറ്റും. ഇനി ബേസിക് ആയിട്ടുള്ള ഫയൽ ഓപ്പറേഷൻ മോഡുകളാണ് റീഡ്, റൈറ്റ്, അപ്പൻഡ്, R+, W+ ആൻഡ് A+. ഇനിയും ഇതൊക്കെ ടെക്സ്റ്റ് ഫയൽ യൂസ് ചെയ്യുന്ന മോഡുകളാണ്. ബൈനറി വരുമ്പോൾ അതിൻ്റെ കൂടെ B എന്നുള്ള ലെറ്ററും കൂടി യൂസ് ചെയ്യും. ഇത് റീഡ് ഓൺലിയാണ്, റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിരിക്കണം, ഇല്ല എങ്കിൽ IO എറർ ആയിരിക്കും കിട്ടുക. അതിൻ്റെ ബിഗിനിങ്ങിലാണ് അതിൻ്റെ കഴ്സർ പൊസിഷൻ ഉണ്ടാകുക, റീഡ് ചെയ്യാൻ ഓപ്പൺ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വൺ റൈറ്റ്. റൈറ്റ് ഓൺലി മോഡാണ്, WB വരും. എക്സിസ്റ്റ് അല്ല എങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വരും. ഓൾറെഡി എക്സിസ്റ്റ് ആണ് എങ്കിൽ കണ്ടൻറ്റ് മുഴുവനും ട്രങ്കേറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലാണ് പോയിൻ്ററും വെച്ച് ഓപ്പൺ ആവും. അടുത്ത മോഡാണ് അപ്പൻഡ്. അത് AB എന്ന് വരും. ബൈനറി ആകുമ്പോൾ റൈറ്റ് മോഡ് തന്നെയാണ്. ഇല്ല എങ്കിൽ എക്സിസ്റ്റ്, അല്ല എങ്കിൽ ക്രിയേറ്റ് ചെയ്യും. ഓൾറെഡി എക്സിസ്റ്റ് ആണെങ്കിൽ ആ കണ്ടൻറ്റിൻ്റെ എൻഡിലായിരിക്കും കഴ്സർ നിൽക്കുന്നത്, അവിടെ നിന്ന് നമുക്ക് ഡേറ്റ ആഡ് ചെയ്യാം. നെക്സ്റ്റ് RB+ വരും. ബൈനറി റീഡ് ആൻഡ് റൈറ്റ്. ഇതൊരു ബേസിക്കലി റീഡ് ആയതുകൊണ്ട് ഫയൽ മസ്റ്റ് എക്സിസ്റ്റ്, ഇല്ല എങ്കിൽ എറർ വരും. ഇതിൽ നമുക്ക് റീഡിനോടൊപ്പം റൈറ്റ് ഫങ്ഷൻസും യൂസ് ചെയ്യാം, പ്ലസ് സിമ്പിൾ ഉള്ളതുകൊണ്ട്. അത് ബിഗിനിങ്ങിലാണ്. അതേപോലെ തന്നെ ഉള്ളതാണ് W+, WB+, റൈറ്റ് ആൻഡ് റീഡ്. ഇല്ല എങ്കിൽ ക്രിയേറ്റ് ചെയ്യും, എക്സിസ്റ്റ് ആണെങ്കിൽ ട്രങ്കേറ്റ് ചെയ്യും. അതിൽ റൈറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് റീഡ് ഫങ്ഷൻസും യൂസ് ചെയ്യാം. ബിഗിനിങ്ങിലായിരിക്കും കഴ്സർ. അടുത്തത് AB+ വരും. ബൈനറി ആകുമ്പോൾ റൈറ്റ് ആൻഡ് റീഡ്. എക്സിസ്റ്റ് അല്ല എങ്കിൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് തരും. എക്സിസ്റ്റ് ആണെങ്കിൽ കണ്ടൻറ്റോട് കൂടി തന്നെ വരും, കഴ്സർ എൻഡിലായിരിക്കും. അവിടേക്ക് നമുക്ക് ഡേറ്റാസ് അപ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ കഴ്സർ പൊസിഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പൊസിഷൻ അറിയാൻ വേണ്ടി ടെല്ലും ചേഞ്ച് ചെയ്യാൻ വേണ്ടി സീക്കും യൂസ് ചെയ്യാം. പൊസിഷൻ കിട്ടാൻ വേണ്ടി ടെല്ല്, ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് ടെൽ എന്ന് പറഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യും, ആ കറണ്ട് ലൊക്കേഷൻ റിട്ടേൺ ചെയ്യും. സീക്ക് എന്ന് പറയുമ്പോൾ ഫയൽ പോയിൻ്റർ ഒരു സ്പെസിഫൈഡ് ലൊക്കേഷനിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് സീക്ക് ഓഫ്സെറ്റ് പൊസിഷൻ വിത്ത് റെഫറൻസ് പോയിന്റ്, അതാണ് അതിൻ്റെ സിൻടാക്സ്. ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി മൂവ്ഡ്. പോസിറ്റീവ് ആണ് ഫോർവേഡ്, നെഗറ്റീവ് ബാക്ക്വേർഡ്. റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് 3 പോയിന്റുകളുണ്ട്. 0 എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ നിന്നായിരിക്കും, 1 എന്ന് പറഞ്ഞാൽ കറണ്ട് പൊസിഷനിൽ നിന്നായിരിക്കും മൂവ് ചെയ്യുന്നത്, 2 എന്ന് പറഞ്ഞാൽ എൻഡിൽ നിന്നായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ എൻഡിൽ നിന്ന് നമുക്ക് മൈനസ് വാല്യൂസ് അല്ലേ പറയാൻ പറ്റുമോ, അത് ബാക്ക്വേർഡ് അല്ലേ നീങ്ങേണ്ടത്. F ആണ് ഫയൽ പോയിന്റർ എങ്കിൽ F.seek ഞാനിപ്പോൾ 10 എന്ന് പറയാം. അപ്പോൾ 10 ബൈറ്റ്സ് മൂവ് ചെയ്യണം. അപ്പോൾ 1 എന്ന് പറയുന്നത് കറണ്ട് പൊസിഷൻ അല്ലേ, ഇപ്പോൾ നിൽക്കുന്നതെന്ന് 10 ബൈറ്റ് അത് ഫോർവേഡ് മൂവ് ചെയ്യും. F.seek -2,
3 എന്ന് പറയും, 3 4 2 എന്ന് പറയുന്നു. 2 എന്ന് പറഞ്ഞാൽ എൻഡാണ് സ്പെസിഫൈ ചെയ്യുന്നത്. എൻഡിന് 2 ബൈറ്റ് ബാക്ക്വേർഡ് ആ പോയിന്റർ മൂവ് ചെയ്യും. 0 ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ബിഗിനിങ്ങിനായിരിക്കും മൂവ് ചെയ്യുന്നത്. 0 ഓപ്ഷണൽ ആണ്, ഡീഫോൾട്ട് വാല്യൂ ആണ്. 0 കൊടുത്തില്ലെങ്കിൽ അതെവിടെ നിന്നാണ് വരുന്നത്? f.seek 20 എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിനായിരിക്കും 20 ബൈറ്റ്സ് ഫോർവേഡ്. ക്ലോസ് ചെയ്യുമ്പോൾ ആ ലിങ്ക് ബ്രേക്ക് ആവും. സിൻടാക്സ് ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് ക്ലോസ്. വർക്കിംഗ് വിത്ത് ടെക്സ്റ്റ് ഫയൽസ്. ടെക്സ്റ്റ് ഫയലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റീഡ്, റൈറ്റ്, മോഡിഫൈ പ്രോസസ്സുകളൊക്കെയാണ്. റൈറ്റ് ചെയ്താണ് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഐദർ W ഓർ അപ്പൻഡ് മോഡ്. റീഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഉള്ള ഫയൽ മാത്രമേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഗ്രാം യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക അല്ലാണ്ട് മാനുവലി നമുക്ക് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പൈതൻ്റെ തന്നെ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫയൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് .txt ഫയലായിട്ട് വേണം അത് സേവ് ചെയ്യാൻ. അല്ല എങ്കിൽ നമ്മൾ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഈ ഒരു രീതി ക്രിയേറ്റ് ചെയ്തത് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ റീഡ്, ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് റീഡ് എന്നൊരു ഓപ്ഷണൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് n കൊടുത്താൽ n ബൈറ്റ്സ് റീഡ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റയർ ഫയൽ ആസ് എ സ്ട്രിങ് ആയിരിക്കും തരുന്നത്. സെക്കൻഡ് റീഡ് ലൈൻ, ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് റീഡ് ലൈൻ. അവിടെയും n ഓപ്ഷണൽ ആണ്. n പറഞ്ഞാൽ മാക്സിമം ആ n ബൈറ്റ്സ് മാത്രമേ ആ ഒരു ലൈനിൽ നിന്ന് n ബൈറ്റ്സ് തരും, അല്ലെങ്കിൽ എൻ്റയർ ലൈന് ഒരു സിംഗിൾ ലൈൻ ആസ് എ സ്ട്രിങ് നമുക്ക് തരും. റീഡ് ലൈൻസ് ആകുമ്പോൾ ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് റീഡ് ലൈൻസ് എൻ്റയർ ലൈൻസ് റീഡ് ചെയ്യും, എന്നിട്ടതൊരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ആയിട്ടായിരിക്കും തരുന്നത്. ഓരോ ലിസ്റ്റ് ഐറ്റവും ഓരോ സ്ട്രിങ് ആണ്, അത് ഓരോ ലൈനും ആയിരിക്കും. നെക്സ്റ്റ് ഫയലിലോട്ട് റൈറ്റ് ചെയ്യാം. അതും നമുക്ക് മാനുവലി നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ചെയ്യാം. അല്ലാതെ പ്രോഗ്രാം യൂസ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ ഈ പറയുന്ന ഫങ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് ഫങ്ഷന്, അതുപോലെ ഫയൽ ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് റൈറ്റ്, സ്ട്രിങ് ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ സ്ട്രിങ് മാത്രമേ നമുക്ക് ടെക്സ്റ്റ് ഫയൽ യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് ഫയലിലേക്ക് എഴുതും. റൈറ്റ് ലൈൻസ് ആണെങ്കിൽ അതേപോലെ റൈറ്റ് ലൈൻസിൻ്റെ ബ്രാക്കറ്റിൽ ഒരു സീക്വൻസ് പറയുന്നു, അത്രയും കണ്ടന്റ് ഫയലിലേക്ക് ആ ഒരു ഫയലിലേക്ക് എഴുതും. ടെക്സ്റ്റ് ഫയലിൻ്റെ പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രോഗ്രാം യൂസ് ചെയ്തല്ല, അല്ലാതെ പൈതൻ്റെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഒരു പോയം ടൈപ്പ് ചെയ്ത് അത് tingle.txt സേവ് ചെയ്യുന്നു. അതിൽ 6 ലൈൻസ് ആണ് ഉള്ളത്. ഇനിയും അതൊരു പ്രോഗ്രാം ത്രൂ റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഫയൽ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഓപ്പൺ ഫയൽ നെയിം ആൻഡ് മോഡ്. ഇവിടെ നമ്മൾ നെയിം കൊടുത്തത് റിലേറ്റീവ് പാത്തിലാണ്, കാരണം നമ്മുടെ ഈ ഫയൽ ഇരിക്കുന്നത് പൈതൺ ഫോൾഡറിൽ തന്നെയാണ്. ഔട്ട്സൈഡ് ആണ് എങ്കിൽ നമ്മൾ ആ പാത്ത് പറയുന്നതിന് മുമ്പ്, പാത്ത് കോഡ്സിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്മോൾ ലെറ്റർ R എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. റോ ആണെന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഈ //നൊക്കെ എസ്കേപ്പ് സീക്വൻസിൻ്റെ മീനിങ് ഇല്ലാതിരിക്കാൻ വേണ്ടി R പകരം നമുക്ക് // കൊടുത്തും ഇത് ചെയ്യാം. ഡേറ്റ ഈക്വൽ ടു FOBJ ഡോട്ട് റീഡ്. ആ റീഡ് റിട്ടേൺ ചെയ്യുന്നത് എൻ്റെ ആ ഒരു കണ്ടന്റ്, ആ ഫയലിൻ്റെ കണ്ടന്റ്, ആ സ്ട്രിങ് ആയിരിക്കും തരുന്നത്. പറയുകയാണെങ്കിൽ അത്രയും നമ്പർ ഓഫ് ബൈറ്റ്സ്. ഇപ്പോൾ ഡേറ്റയിൽ നമുക്കൊരു സ്ട്രിങ് ഉണ്ട്, ബ്രാക്കറ്റ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് എൻ്റയർ വാല്യൂസും നമുക്ക് കിട്ടും. അത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു, എന്നിട്ട് ഫയൽ ക്ലോസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഡേറ്റയിലെ കണ്ടൻ്റാണ് ഈ വന്നത്. ഫയലിലെ ഡേറ്റ, എൻ്റയർ ഡേറ്റ കിട്ടിയിട്ടുണ്ട്. ആ സെയിം ഫയൽ തന്നെ റീഡ് ലൈൻ വെച്ചിട്ട് എടുത്തു നോക്കാം. ഇവിടെയും റീഡ് ലൈനിൻ്റെ ബ്രാക്കറ്റിൽ n കൊടുത്തിട്ടില്ല. n കൊടുത്താൽ ആ ഒരു ലൈനിൽ നിന്ന് അത്രയും ബൈറ്റ്സ് മാത്രമേ വരുള്ളൂ. സിംഗിൾ ലൈന് വരുന്നുണ്ട്. ബിഗിനിങ്ങിൽ ഇരിക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ലൈനാണ് നമുക്ക് കിട്ടുക. ഇത് ഫോർ ലൂപ്പിലിട്ട് നമുക്ക് എൻ്റയർ ഡേറ്റയും റീഡ് ചെയ്യാം, ഓരോരോ ലൈനായിട്ട്. ഇപ്പം ഡേറ്റയിൽ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് ലൈനാണ്, അത് പ്രിൻറ്റ് ചെയ്തു, ഫയൽ ക്ലോസ് ചെയ്തു. അതേപോലെ റീഡ് ലൈൻസ് യൂസ് ചെയ്യുമ്പോൾ അതൊരു ലിസ്റ്റാണ് റിട്ടേൺ ചെയ്യുന്നത്.
അപ്പോൾ ഡേറ്റയുടെ ടൈപ്പ് ഒരു ലിസ്റ്റ് ആയിരിക്കും. ആ ലിസ്റ്റിൽ ഓരോ ലൈനും ഓരോ ലിസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരും. ഓരോ ലൈനും തീരുന്നിടത്ത് EOL ഉള്ളതുകൊണ്ട് \n ന്യൂ ലൈൻ ക്യാരക്ടറും ഇൻക്ലൂഡഡ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ഡേറ്റയിൽ. 6 ലൈൻസ് ആണുള്ളത്, അതുകൊണ്ട് 6 എലമെൻറ്റ്സ് നമ്മുടെ ലിസ്റ്റിനുണ്ട്. നമ്പർ ഓഫ് ലൈൻസ് ആയിരിക്കും ലിസ്റ്റിൻ്റെ എലമെൻറ്റിൻ്റെ എണ്ണവും. ഫയല് ക്ലോസും ചെയ്യും. നെക്സ്റ്റ് ഫയൽ എങ്ങനെ റൈറ്റ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്തു, മോഡ് റൈറ്റ് പറഞ്ഞു. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി അങ്ങനെ ഒരു ഫയൽ നമുക്കില്ല. അപ്പോൾ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫയൽ നെയിംസ് ഇൻപുട്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഫോർ I in range 5 നെയിം ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ നെയിം. ആ നെയിമിലേക്ക് കിട്ടുന്ന വാല്യൂ അപ്പോൾ തന്നെ ആ സ്ട്രിങ് ഫയലിലേക്ക് അങ്ങ് എഴുതുകയാണ്. f.write നെയിം. ഇതൊരു സ്ട്രിങ് ആണ് ബ്രാക്കറ്റിൽ വരുന്നത്, അതങ്ങ് എഴുതി. അത് 5 times റിപ്പീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്യുന്നു. പിന്നെ ഇത് റൺ ചെയ്യുമ്പോൾ നെയിം ഫസ്റ്റ് ലൈൻ അങ്ങനെ 5 നെയിം നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഓരോന്നും എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫയലിലേക്ക് എഴുതുന്നുണ്ട്. ഇനിയും ആ ഫയൽ കാണാൻ വേണ്ടിയിട്ട് ഫയൽ എടുക്കുക, ഓപ്പൺ കൊടുക്കുക, main.txt കൊടുക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. പൈത്തൺ ഫയൽസ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് ടൈപ്പ് കിടക്കുന്നത്. അത് ഓൾ ഫയൽസോ ടെക്സ്റ്റ് ഫയലോ ആക്കി മാറ്റുമ്പോൾ മാത്രമേ നമ്മുടെ ഫയൽസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ വിൻഡോ അപ്പോൾ ഈ വിൻഡോ നമുക്ക് കാണാൻ പറ്റും, main.txt എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, EOL നമ്മൾ എഴുതാഞ്ഞത് കൊണ്ട്, കൊടുക്കാഞ്ഞത് കൊണ്ട്, റൈറ്റ് ചെയ്യാഞ്ഞത് കൊണ്ട് അതൊരു സിംഗിൾ ലൈനായിട്ടാണ് വന്നിരിക്കുന്നത്. EOL നമ്മൾ വേണം, മാനുവലി യൂസർ വേണം റൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആ ഒരു ഡിഫറൻസ് വരുത്താൻ വേണ്ടി നെയിം എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ന്യൂ ലൈനും കൂടി നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ന്യൂ ലൈനുള്ള EOL ഉള്ളതുപോലെയാണ് നമ്മുടെ ഫയൽ ക്രിയേറ്റഡ് ആയിട്ട് വരുന്നത്. ഇൻപുട്ട് സെയിം തന്നെ കൊടുക്കുന്നു. ഓരോ പേരിനോടൊപ്പവും ന്യൂ ലൈൻ എഴുതുന്നത് കൊണ്ട് നെക്സ്റ്റ് ലൈനിലാണ് അടുത്ത നെയിം എഴുതി വരുന്നത്. ഇതേ പ്രോസസ്സ് ഫയൽ ഓപ്പൺ name.txt ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. റൈറ്റ് ലൈൻസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആയിരിക്കണം. അപ്പം നമുക്ക് ഇവിടെ ഒരു ലിസ്റ്റ് ആക്കി കൊടുക്കാം. ഓരോ നെയിം ഇൻപുട്ട് ചെയ്യുമ്പോഴും നെയിം ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്തിട്ട് ഫൈനലി ഫോർ ലൂപ്പിൻ്റെ വെളിയിൽ വന്നിട്ട് നമ്മൾ ആ ഒരു ലിസ്റ്റാണ് ഫയലിലേക്ക് എഴുതുന്നത്. പിന്നെ നമ്മൾ ആ നെയിം ലിസ്റ്റ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയതാണ്. ഫയല് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ലിസ്റ്റ് കണ്ടൻസ് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ബൈനറി ഫയൽസ്. ബൈനറി ഫയൽസിൽ പൈത്തണിൻ്റെ ഏത് ടൈപ്പ് ഒബ്ജക്റ്റുകളും, ഇൻറ്റ്, ഫ്ലോട്ട്, കോംപ്ലെക്സ്, ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി, അങ്ങനെ ഏത് ഒബ്ജക്റ്റുകളും റൈറ്റും റീഡും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ബൈനറി ഫയൽസിൽ സ്റ്റോറിംഗ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ബൈറ്റ് സ്ട്രീമാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഒബ്ജക്റ്റുകളെ കൺവേർട്ട് ചെയ്ത് ബൈറ്റ് സ്ട്രീമായിട്ട് മാറ്റേണ്ടതുണ്ട്. ആ പ്രോസസ്സിനെയാണ് സീരിയലൈസേഷൻ അഥവാ പിക്ലിംഗ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഈസ് ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് പൈത്തൺ ഒബ്ജക്ട്സ് ഇൻടു ബൈറ്റ് സ്ട്രീം. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് പ്രോസസ്, അത് റൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കൺവേർഷൻ നടത്തേണ്ടത്. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് വേണ്ടേ, അതിനെ ഡീസീരിയലൈസേഷൻ അഥവാ അൺപിക്ലിംഗ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ബൈറ്റ് സ്ട്രീംസ് ഇൻടു പൈത്തൺ ഒബ്ജക്റ്റ് ഹൈറാർക്കി. ആ പൈത്തൺ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു സ്ട്രക്ചറിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരും. പൈത്തണിലുള്ള പിക്കിൾ മോഡ്യൂളിൽ ഈ സീരിയലൈസേഷനും ഡീസീരിയലൈസേഷനും പ്രോസസ്സുകൾ ചെയ്യാനുള്ള അൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ടു വർക്ക് വിത്ത് ദിസ് വി ഹാവ് ടു ഇമ്പോർട്ട് പിക്കിൾ മോഡ്യൂൾ. ആ ഒരു മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിലുള്ള ഡംപ് ലോഡ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീരിയൽ റൈറ്റും റീഡും ചെയ്യുന്നത്. ഇനിയും നമുക്ക് ഇതിലേക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാൻ നോക്കാം. റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന ഫയലിലേക്ക് എഴുതാൻ പോകുന്ന ഒബ്ജക്റ്റിനെ ബൈനറി ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു ഫയൽ ക്രിയേറ്റ് ആവുന്നത് എപ്പോഴാണ്? റൈറ്റ് മോഡിലത് അല്ലെങ്കിൽ അപ്പൻഡ് മോഡിലത് ഓപ്പൺ ചെയ്യുമ്പോഴാണ്.
നമ്മളിവിടെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡംപ് മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, ഫയൽ ഒബ്ജക്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫയൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. പിക്കിൾ ഡോട്ട് ഡംപ് ഏത് ഒബ്ജക്റ്റ് ആണോ പിക്കിൾ ഡോട്ട് ഡംപ് ഏത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ ഫയലിലേക്ക് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റ് അവിടെ പറയുക. ദെൻ ഫയൽ ഒബ്ജക്റ്റ് മീൻസ് ആ ലിങ്ക്, ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ ലിങ്ക് പറയുക. അപ്പോൾ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമുക്ക് ഫയലിലേക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് റീഡിങ് ഫ്രം ബൈനറി ഫയൽ. അതിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലോഡ്. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡീസീരിയലൈസ് ചെയ്ത ആ ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാൻ പറ്റും. ഫയൽ എക്സിസ്റ്റ് ആണെങ്കിൽ നമുക്ക് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഫയൽ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഓപ്പൺ ഫയൽ നെയിം മോഡ് പറയുന്നു. ദെൻ റിട്ടേൺ ഉണ്ട്. ഇതിന് ലോഡിന് പിക്കിൾ ഡോട്ട് ലോഡ് ഫയൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ലിങ്കായ ആ ഒരു ഫയലിൽ നിന്നും നമ്മൾ റൈറ്റ് ചെയ്തിട്ടുള്ള പൈത്തൺ ഒബ്ജക്റ്റ് അത് റിട്ടേൺ ചെയ്ത് തരുന്നു. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൈത്തൺ ഒബ്ജക്റ്റ് ഒരു വേരിയബിൾ നെയിം അവിടെ പറയും. ഇനി ലോഡ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ഫയൽ ആവുന്നുണ്ടെ ഒരു എറർ റേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ആൻഡ് എക്സെപ്റ്റ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോഡ് മെത്തേഡ് എന്ത് ചെയ്യണം, ഈ ഒരു ട്രൈ എക്സെപ്റ്റ് ബ്ലോക്കിനുള്ളിലാണ് എഴുതേണ്ടത്. അപ്പോൾ എൻഡ് ഓഫ് ഫയൽ വരുന്നിടം വരെ, എൻഡ് ഓഫ് ലൈൻ അല്ല, എൻഡ് ഓഫ് ഫയൽ വരുന്നിടം വരെ ഇത് റീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കൽ ആ എൻഡ് ഓഫ് ഫയൽ ആകുന്ന ഉടനെ അത് എങ്ങോട്ട് പോകും, ആ ഒരു എറർ റേസ് ചെയ്യുന്ന ഉടനെ ആ ഒരു കറസ്പോണ്ടിങ് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സെപ്റ്റ് ബ്ലോക്കിലേക്ക് അത് പോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രൈ ബ്ലോക്കിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഫയൽ ഒബ്ജക്റ്റ് ഈക്വൽ ടു പിക്കിൾ ഡോട്ട് ലോഡ്. അത് ലോഡായി എൻഡ് ഓഫ് ഫയൽ ആവുന്നുണ്ടെ എങ്ങോട്ട് വരും, ഈ എക്സെപ്റ്റ് ബ്ലോക്കിലേക്ക് വരുന്നു. എൻഡ് ഓഫ് ഫയൽ എററാണ്, അത് ഹാൻഡിൽ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ പറയുന്നു ആ ഫയൽ ക്ലോസ് ചെയ്യുക. സോ അതങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബൈനറി ഫയൽ റീഡും റൈറ്റും ട്രൈ ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ഫയലിലെ പോലെ മാനുവൽ പ്രോസസ്സിംഗ് ഒന്നും നമുക്ക് ബൈനറി ഫയൽ ചെയ്യാൻ പറ്റില്ല. ത്രൂ പ്രോഗ്രാംസ് മാത്രമേ ഫയലിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മാനുവലി പോയി ഫയൽ ഓപ്പണിൽ കൂടി എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫയൽ നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ബൈനറി ഫയലിൽ റീഡ് ഓർ റൈറ്റ് എന്ത് ചെയ്യണമെങ്കിലും ഫസ്റ്റ് നമ്മൾ പിക്കിൾ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ദെൻ എന്തിനാണോ ഫയൽ ഉപയോഗിക്കാൻ പോകുന്നത് അതിനനുസരിച്ച് പേര് കൊടുത്തിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് WB മോഡിൽ ചെയ്തു. ഇവിടെ പാത്ത് കൊടുത്തിരിക്കുന്നത് റിലേറ്റീവിലാണ്, കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ല എങ്കിൽ പാത്ത് ഉണ്ടെങ്കിൽ പാത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു R എന്നുള്ള ലെറ്റർ കൊടുക്കുക. ഇത് റോ ഡേറ്റ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ല എങ്കിൽ ഈ കൊടുത്ത \/ ഡബിൾ ആക്കി മാറ്റാം. അങ്ങനെ പാത്ത് പറഞ്ഞതിന് ശേഷം മോഡ് പറയുക. റൈറ്റ് ചെയ്യാനായതുകൊണ്ട് WB മോഡിൽ നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, അപ്പൻഡ് ചെയ്യാനും അല്ല പോകുന്നത്. അപ്പൻഡ് ആണെങ്കിൽ AB കൊടുക്കാം. ഇനി ലിസ്റ്റാണ് ഫയലിലേക്ക്, ഈ പർട്ടിക്കുലർ ഫയലിലേക്ക് എഴുതാൻ പോകുന്നത് ഒരു ലിസ്റ്റാണ്. അതിൽ 5 പേരുടെ റോൾ നമ്പർ, നെയിം, മാർക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഒരാളുടെ റോൾ നമ്പർ, നെയിം, മാർക്ക്. ദെൻ ആ ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് നമ്മുടെ F ലിങ്ക് ചെയ്തിരിക്കുന്ന ഫയൽ ഏതാണോ student.dat അതിലേക്ക് ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ആ പൈത്തൺ ഒബ്ജക്റ്റ് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന ഡേറ്റ ആ ഒരു ഫയലിലേക്ക് എഴുതി കഴിഞ്ഞു. ദെൻ ഫോർ ലൂപ്പിൽ നെക്സ്റ്റ് ആയി വരുന്നുണ്ട് അടുത്ത ആളുടെ ഡേറ്റ എടുക്കുന്നു. അങ്ങനെ 5 പ്രാവശ്യം 5 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് ഫസ്റ്റ് ആളുടെ സ്റ്റുഡൻറ്റിൻ്റെ ഫസ്റ്റ് കണ്ടൻ്റാണ് 1A and 25 സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ. ദെൻ ആ ലിസ്റ്റ് എവിടേക്ക് എഴുതുന്നു, student.dat എന്ന് പറയുന്ന ഫയലിലേക്ക്. ഇത് അറിയാണ്ട് രണ്ടും ഞാൻ ഒരേ പേര് കൊടുത്താണ് ഡിഫറെൻറ്റ് നെയിംസ് കൊടുക്കും. അപ്പോൾ
റോൾ നമ്പർ സെക്കൻഡ് ആളുടെ ആയിരിക്കും. സെക്കൻഡ് ടൈമിൽ സെക്കൻഡ് ഐട്രേഷനിൽ ആ ലിസ്റ്റ് അത് നമ്മൾ എവിടേക്ക് എഴുതുന്നു, ഫയലിലേക്ക് എഴുതുന്നു. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമ്മൾ എഴുതി കഴിഞ്ഞല്ലേ, ഇനിയിപ്പം ആ വാല്യൂ മാറി പുതിയ വാല്യൂ ആയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കിനി അത് വേണ്ട. അത് അങ്ങനെ 5 ടൈംസ് ന്യൂ വാല്യൂ ആണ് നമ്മുടെ ലിസ്റ്റിലേക്ക് വരുന്നത്. അത് അങ്ങനെ 5 പ്രാവശ്യം അത് റൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഫയലിൽ. 5th വണ്ണും റൈറ്റ് ചെയ്ത് കഴിയുന്നുണ്ടേ ഫോർ ലൂപ്പിന് പുറത്ത് വരുന്നു, ഫയല് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഫയല് ക്രിയേറ്റഡ് ആയിട്ടുണ്ട് നമ്മുടെ. പക്ഷെ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് മാനുവലി ഫയൽ ഓപ്പൺ എടുത്തിട്ട് നമ്മളുടെ സ്റ്റുഡൻറ്റ് ഡോട്ട് ഡാറ്റ എടുത്ത് കാണാൻ പറ്റില്ല. പൈത്തൺ ഫയൽസ് മാറ്റി ഓൾ ഫയൽസ് ആക്കിയാൽ അവിടെയുണ്ട്, പക്ഷെ അത് ഓപ്പൺ ആവാൻ പറ്റില്ല. അത് ആ ഒരു ഫോർമാറ്റ് സപ്പോർട്ടഡ് അല്ല. അപ്പോൾ ഇനി നമ്മൾക്കത് കാണണമെങ്കിലും റീഡ് ചെയ്യണമെങ്കിലും എന്തിൻ്റെ സഹായം ആവശ്യമാണ്? ത്രൂ പ്രോഗ്രാംസ് മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും അതിന് പ്രോഗ്രാം എഴുതണം. F=open. ഇത് വേറെ ഒരു പ്രോഗ്രാമായിട്ട് വേണമെങ്കിലും എഴുതാം. സ്റ്റുഡൻറ്റ് ഡോട്ട് ഡാറ്റ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യും. ഇനി ഇത് റീഡ് ചെയ്യുന്ന ഉടനെ നമ്മൾക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു? EOF എറർ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഡ് ചെയ്യുന്നത് ട്രൈ ബ്ലോക്കിൽ കൊടുക്കുന്നു. ഇപ്പോൾ അത് ഓരോ ഐട്രേഷനായിട്ട് ഓരോ ഒബ്ജക്റ്റായിട്ട് ഇങ്ങനെ റീഡ് ചെയ്ത് വരികയല്ലേ. അപ്പോൾ അത് ട്രൂ ആയിരിക്കുന്നിടം വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നു. data=pickle.load_f. ഫസ്റ്റ് ലിസ്റ്റ് ഫസ്റ്റിൽ എഴുതിയ ആ ഒരു കണ്ടൻ്റ് ആയിരിക്കും നമ്മളുടെ ഡേറ്റയിലേക്ക് വരിക. ഫസ്റ്റ് കണ്ടൻറ് എന്താണ്? 1A25. അപ്പോൾ ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു, മോണിറ്ററിലേക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ മോണിറ്ററിൽ ആ ഫസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ദെൻ വീണ്ടും ട്രൂ ആണ്. അപ്പോൾ എന്ത് പറ്റി? ഡേറ്റയുടെ നെക്സ്റ്റ് കണ്ടൻറ് എന്ന് പറയുന്നത് ഡേറ്റയിലേക്ക് അടുത്തത് ലോഡ് ചെയ്തുകൊണ്ട് വരും. അടുത്ത ഒബ്ജക്റ്റ് ലോഡ് ചെയ്തു. അതാണ് 2B34. അതും പ്രിൻറ്റ് ചെയ്തു. വീണ്ടും നെക്സ്റ്റ്. അങ്ങനെ 5th വരെയും നമ്മൾ ലോഡ് ചെയ്ത് കഴിയുമ്പം എന്തായി? അപ്പോൾ അത് എൻഡ് ഓഫ് ഫയൽ ആയതുകൊണ്ട് അത് ഫോൾസായിട്ട് ട്രൈ എവിടേക്ക് വന്നു? എൻഡ് ഓഫ് ഫയൽ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന എക്സെപ്റ്റ് ബ്ലോക്കിലേക്ക് വരും. അതിൽ നമ്മൾ ഫയൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫയൽ ക്ലോസ് ആയി. ഇതാണ് നമ്മുടെ റീഡിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇത്രയും പോർഷന് റൈറ്റിൻ്റെ ഇൻപുട്ടായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഡിക്ഷണറിയുടെ പ്രോഗ്രാംസ് ചെയ്യാം. ഇതേപോലെ ഡിക്ഷണറി റീഡ് ചെയ്തെടുത്തിട്ട് അത് റൈറ്റ് ചെയ്താൽ മതി. ലിസ്റ്റ്, ടപ്പിള്, ഏത് പൈത്തൺ ഒബ്ജക്റ്റും ഈ സെയിം മെത്തേഡിൽ നമുക്ക് ഡംപ് ഉപയോഗിച്ച് റൈറ്റ് ചെയ്യാം. ലോഡ് ഉപയോഗിച്ച് റീഡും ചെയ്യാം. CSV ഫയൽസും സ്പെഷ്യൽ ടൈപ്പ് ടെക്സ്റ്റ് ഫയലാണ്. ഇറ്റ് സ്റ്റോർസ് tabular data, that is data in form of rows and columns. Each line or a row is a data record with one or more fields. ഓരോ കോളത്തിലും വരുന്ന വാല്യൂവിനെ, ഒരു റോയിലെ ഓരോ കോളത്തിലും വരുന്ന വാല്യൂവിനെ നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കും. ഇനിയും CSV ഫയലിലേക്ക് ടാബുലാർ ഡേറ്റ നമ്മൾക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഡീലിമിറ്റഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഡീലിമിറ്റഡ് ഫോർമാറ്റിൽ CSVയിൽ ഇരിക്കുന്നത് റീഡ് ചെയ്യണമെങ്കിൽ അതിനെ തിരിച്ച് പൈത്തൺ ഒബ്ജക്റ്റായിട്ട് കൺവേർട്ടും ചെയ്യണം. അപ്പോൾ ഈ പ്രോസസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് റീഡർ, റൈറ്റർ എന്നുള്ള 2 ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് CSV മോഡ്യൂളാണ്. ഈ മോഡ്യൂളിലെ റീഡർ, റൈറ്റർ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും റീഡർ ഒബ്ജക്റ്റും റൈറ്റർ ഒബ്ജക്റ്റും. അത് യൂസ് ചെയ്തിട്ടാണ് റീഡും റൈറ്റും ചെയ്യുന്നത്. ഈ CSV ഫയലിലേക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാം? ദാറ്റ് മീൻസ് CSV ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? മാനുവൽ ക്രിയേഷൻ പോസിബിൾ ആണ്. CSV ഫയൽസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പൈത്തണിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം .csv എക്സ്റ്റൻഷൻ ഇട്ട് ഇത് സേവ് ചെയ്യാം. അതേപോലെ തന്നെ നോട്ട് പാഡിലും ചെയ്യാം. എക്സൽ എടുത്തിട്ട് ഡേറ്റാ സെൻറ്റർ ചെയ്തതിന് ശേഷം ഡീലിമിറ്റഡ് എന്നുള്ള ഒരു ടൈപ്പിൽ അത് സേവ് ചെയ്ത് എടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്യാം. ഇനി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് റൈറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ റൈറ്റർ ഒബ്ജക്റ്റിലേക്ക് ഡേറ്റാസ് റൈറ്റ് ചെയ്യണം. അത് കൺവേർട്ട് ചെയ്ത് ഡീലിമിറ്റഡ് ഫോർമാറ്റിലാക്കി ലിങ്ക്ഡ് CSV ഫയലിലേക്ക് അവർ റൈറ്റ് ചെയ്തോളും.
അപ്പോൾ റൈറ്റർ ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന 2 ഫങ്ഷൻസാണ് റൈറ്റ് റോയും റൈറ്റ് റോസും. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? CSV ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് റൈറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. റൈറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റൈറ്റർ ഒബ്ജക്റ്റ് ഡോട്ട് റൈറ്റ് റോ സിംഗിൾ ഡേറ്റ്, ആ പറയുന്ന ഡേറ്റ അപ്പോൾ ആ റൈറ്റർ ഒബ്ജക്റ്റിലേക്ക് അത് എഴുതും. റൈറ്റ് റോസ് ആണെങ്കിൽ റൈറ്റർ ഒബ്ജക്റ്റ് ഡോട്ട് റൈറ്റ് റോസ് മൾട്ടിപ്പിൾ ഡേറ്റാസ്, ലിസ്റ്റിൻ്റെ കേസ് ആണെങ്കിൽ നെസ്റ്റഡ് ലിസ്റ്റ്. അപ്പോൾ അത് ആ റൈറ്റർ ഒബ്ജക്റ്റിലേക്കാണ് എഴുതുന്നത്. അത് പിന്നെ കൺവേർട്ട് ചെയ്ത് ഡീലിമിറ്റഡ് ഫോർമാറ്റിൽ ഫയലിലേക്ക് എഴുതിക്കോളും. ഇമ്പോർട്ട് CSV, നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫയൽ ഒബ്ജക്റ്റ് കിട്ടും. ഫയൽ ഒബ്ജക്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് CSV ഡോട്ട് റൈറ്റർ ഫംഗ്ഷൻ വിളിക്കുന്നു. അപ്പോൾ നമുക്കതിൻ്റെ റൈറ്റർ ഒബ്ജക്റ്റ് അത് റിട്ടേൺ ചെയ്ത് തരും. ഇനി ഈ പറഞ്ഞ റൈറ്റർ ഒബ്ജക്റ്റിലേക്ക് എന്ത് എഴുതണം? റൈറ്റ് റോ അല്ലെങ്കിൽ റൈറ്റ് റോസ് യൂസ് ചെയ്തിട്ട് ഡേറ്റാസ് റൈറ്റ് ചെയ്യാം. റൈറ്റർ ഒബ്ജക്റ്റ് ഡോട്ട് റൈറ്റ് റോ ബ്രാക്കറ്റിൽ ഡേറ്റ. അതേപോലെ തന്നെ റൈറ്റ് റോസും നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മൾട്ടിപ്പിൾ റോസ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് റൈറ്റ് റോസ്. അപ്പോൾ റൈറ്റർ ഒബ്ജക്റ്റ് ഡോട്ട് റൈറ്റ് റോസ് നമ്മൾ ഡേറ്റ പറയും. ഇവിടെ സിംഗിൾ ഡേറ്റ ആയിരിക്കും. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഡേറ്റാസാണ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് ഫയൽ ആയതുകൊണ്ട് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റാസൊക്കെ വരുന്നത്. നെക്സ്റ്റ് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റീഡ് ചെയ്യണമെങ്കിൽ റീഡർ ഒബ്ജക്റ്റ് വേണം. റീഡർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡർ എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് ആ ലിങ്ക് ചെയ്തിരിക്കുന്ന CSV ഫയലിൽ നിന്ന് എൻ്റെ ഡേറ്റ ലോഡ് ചെയ്തിട്ട് അതിന് ഡീലിമിറ്റഡ് ഡേറ്റാസ് എല്ലാം പാസ് ചെയ്ത് അതിനെ പൈത്തൺ ഐറ്ററബിളായിട്ട് മാറ്റും. റൈറ്റർ ഒബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ് റീഡർ ഒബ്ജക്റ്റിൽ വരുന്നത്. നമ്മൾ നേരത്തെ സീരിയലൈസേഷൻ, ഡീസീരിയലൈസേഷൻ പറഞ്ഞതുപോലെ ഒരു പ്രോസസ്സിങ്. ഡീലിമിറ്റഡ് ഡേറ്റയിൽ വരുന്നതെല്ലാം ആ ഡേറ്റ എല്ലാം പാസ് ചെയ്തിട്ട് അതിനെ പൈത്തൺ ഐറ്ററബിളായിട്ട് മാറ്റും. ആ പൈത്തണിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ എന്താണോ അത് എഴുതിയത് ആ രീതിയിലേക്ക് അത് മാറ്റും. ഇമ്പോർട്ട് CSV കൊടുക്കുക. ഫയൽ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഓപ്പൺ ഫയൽ നെയിം മോഡ്. റീഡർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റീഡർ മെത്തേഡിൻ്റെ റിട്ടേൺ ആണ്. അതിൻ്റെ ഫയൽ ഒബ്ജക്റ്റ് ആണ് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓപ്പൺ ചെയ്ത ഫയൽ. അപ്പോൾ ആ ഫയലിലുള്ള എൻ്റയർ കണ്ടൻറ്റിനെ അത് പാസ് ചെയ്ത് ഡീലിമിറ്റഡ് ഡേറ്റ പാസ് ചെയ്തിട്ട് ഈ ഒരു റീഡർ ഒബ്ജക്റ്റിലേക്ക് കിട്ടുന്നത്. ഇനിയും നമ്മൾ ആ ഒരു ഐറ്ററബിളിനെ ജസ്റ്റ് ഐട്രേറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഫോർ REC ഇൻ റീഡർ ഒബ്ജക്റ്റ് പ്രിൻറ്റ് REC. CSV ഫയൽസിൻ്റെ റീഡ് ആൻഡ് റൈറ്റും ചെയ്ത് നോക്കാം. ഇമ്പോർട്ട് CSV F equal to open student data.csv. നമ്മൾ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് എക്സലിൽ മാനുവലി എക്സലിനോ പൈത്തണിൻ്റെ സ്ക്രിപ്റ്റിനോ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യാം .csv ആയിട്ട്. ഇതങ്ങനെയല്ലാതെ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ എക്സലിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കോമ സെപ്പറേറ്റഡ് ആ ഒരു ടൈപ്പ് എടുത്തിട്ട് വേണം സേവ് ചെയ്യാൻ. പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മെത്തേഡാണ് റൈറ്റർ മെത്തേഡ്. CSV ഡോട്ട് റൈറ്റർ അതിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ഫയൽ ഒബ്ജക്റ്റാണ് കൊടുക്കുന്നത്. ദെൻ റൈറ്റർ ഒബ്ജക്റ്റിൻ്റെ പേര് SG റൈറ്റ് ഒബ്ജക്റ്റ്. അതിൻ്റെ റൈറ്റ് റോയിൽ നമ്മളൊരു സിംഗിൾ ലിസ്റ്റ് പറയുന്നു. ഒരു റോയാണ് പറയുന്നത്, ഒരു റെക്കോർഡാണ് പറയുന്നത്. സോ റൈറ്റ് റോ അതിൻ്റെ ഹെഡിങ് ആയിട്ടുള്ള ആ ഒരു പോർഷനാണ് അവിടെ എഴുതുന്നത്. ഇതെൻ്റെ ഔട്ട്പുട്ട് പോർഷൻസ് ആണ്. അത് കിട്ടുന്നത് നമ്മൾ ആ ഫയൽ റൈറ്റ് ചെയ്ത ഫയൽ റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ
5 പേരുടെ റോൾ നമ്പർ, നെയിം, മാർക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ലിസ്റ്റ് ആക്കിയിട്ട് ആ ലിസ്റ്റാണ് നമ്മൾ ഫയലിലേക്ക് CSV ഫയലിലേക്ക് എഴുതാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആളുടെ റോൾ നമ്പർ 1A23 അതാണ് ഫസ്റ്റ് റെക്കോർഡായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അത് SREC എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് ആ ഒരു ഡേറ്റ നമ്മൾ ലിസ്റ്റ് ഫോമാറ്റിൽ വെച്ചു. ഓരോ തവണ നമ്മൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്യുമ്പോഴും ഓരോ ഐട്രേഷനിലും ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് ലിസ്റ്റ് ആയിരിക്കും അതിലേക്ക് വരുന്നത്. അത് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയലിലേക്ക് എഴുതുന്നു. വീണ്ടും ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു, ഫയലിലേക്ക് എഴുതുന്നു. അങ്ങനെ 5 ടൈംസ് അത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നു. ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫയലിൽ എഴുതുന്നുണ്ട്. ലാസ്റ്റ് ഫയൽ ക്ലോസ് ചെയ്തു. ആ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫയലിന് ഇത്രയും കണ്ടന്റ് ആയിട്ടുണ്ട്. ഇനിയും നമ്മൾ എന്താ ചെയ്യേണ്ടത്, വേറൊരു പ്രോഗ്രാമായിട്ട് എഴുതാം. അപ്പോൾ വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ടി വരും, ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും CSV. എന്നിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഫയൽ ഓപ്പൺ വിത്ത് ഓപ്പൺ വെച്ചിട്ട് സ്റ്റുഡൻറ്റ് ഡേറ്റ ഡോട്ട് CSV റീഡ് മോഡിൽ ഒബ്ജക്റ്റ് F ആണെന്ന് പറഞ്ഞു. റീഡർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, CSV ഡോട്ട് റീഡർ F. അപ്പോൾ ഈ റീഡർ OBJയിലെ എൻ്റയർ ലിസ്റ്റ് പാസ് ഡിലിമിറ്റഡ് ഒക്കെ പാസ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ ഇനി ഐട്രേറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്താൽ മാത്രം മതി. ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഓരോരോ ലിസ്റ്റായിട്ട് നമ്മൾ എഴുതിയ ഓരോരോ ലിസ്റ്റായിട്ട് വരും. ഈ ഫയലാണ് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇത് മാനുവലി നമ്മൾ ഓപ്പൺ ചെയ്തത് ഫയൽ ഓപ്പൺ വെച്ചിട്ട് ഇവിടോട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ടിൽ ഇതിലെ കണ്ടൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് റോ ആയിട്ട് ഫസ്റ്റ് റോ ആണ് RNO, നെയിം, മാർക്ക്. അതാണ് നമ്മുടെ ഫസ്റ്റ് ലിസ്റ്റ്. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു ഒരു ലിസ്റ്റ്, ഒരു ലൈൻ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആ ലൈനാണ്, ആ ലൈനാണ് നമുക്കിവിടെ ലിസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അതിനി നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ നോക്കാം. ഈ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് മോഡിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ ന്യൂ ലൈൻ ഇസ് ഈക്വൽ ടു സ്ട്രിങ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിവിടെ ന്യൂ ലൈന് സപ്രസ് ചെയ്ത് കളയാണ്, ന്യൂ ലൈൻ ഉപയോഗിക്കുന്നില്ല. ഇതേപോലെ തന്നെ നേരത്തെ പ്രോഗ്രാം തന്നെയാണ്. 5 പേരുടെ ഡേറ്റ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ആ 5 പേരുടെ ഡേറ്റ നമ്മൾ ഫയലിൽ റൈറ്റ് ചെയ്യുന്നു. കണ്ടില്ലേ, അത് മാനുവലി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കൊരു ലൈന് വന്നിട്ടില്ല. അതേപോലെ അത് വീണ്ടും റീഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത ഔട്ട്പുട്ടാണ് റൈറ്റിൽ കിടക്കുന്നത്. റൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫയലാണിത്. അത് വീണ്ടും ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് റൈറ്റിൽ വരുന്ന RNO തൊട്ട് ഉള്ളത്. ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ ഓരോന്നായിട്ട്. ഇത് ഫസ്റ്റ് റീഡ് ചെയ്തത്, ഇത് RACയിലെ ഫസ്റ്റ് വാല്യൂ. അങ്ങനെ ഓരോ പ്രാവശ്യം RACയുടെ അപ്ഡേറ്റഡ് വാല്യൂ ആയിട്ട് വരുന്നതാണ് ലാസ്റ്റ് വാല്യൂ വരെ വരുന്നുണ്ട്. ഇനി റൈറ്റ് റോസ് ഉപയോഗിക്കണമെങ്കിൽ മൾട്ടിപ്പിൾ റോ ഒരു സിംഗിൾ ടൈമിൽ ഒരു സ്റ്റെപ്പായിട്ട് എഴുതാനാണ് നമ്മൾ റൈറ്റ് റോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റിലേക്ക് നമ്മളുടെ ഈ SREC അങ്ങ് അപ്പൻഡ് ചെയ്യുന്നു. അപ്പോൾ അതൊരു നെസ്റ്റഡ് ലിസ്റ്റ് ആവുന്നില്ലേ? ഓരോ പ്രാവശ്യവും എടുക്കുന്ന ലിസ്റ്റുകൾ അതിലേക്ക് അപ്പൻഡ് ചെയ്ത് പോകുന്നു. അതൊരു നെസ്റ്റഡ് ലിസ്റ്റായി. എന്നിട്ട് ഫോളോപ്പിന് പുറത്ത് വന്നിട്ട് ഈ നെസ്റ്റഡ് ലിസ്റ്റ് നമ്മൾ റൈറ്റ് റോസ് വഴി നമ്മുടെ റൈറ്റർ ഒബ്ജക്റ്റിലേക്ക് എഴുതുന്നു. അപ്പോൾ നമ്മൾ 5 പേരുടെ ഡേറ്റ ഇവിടെയും എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻപുട്ടാണ്. അപ്പോൾ ആ ക്ലോസ് കഴിഞ്ഞിട്ട് നമ്മളത് റൺ ചെയ്യുമ്പോൾ ഇത്രയും ഡേറ്റ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഫയൽ ക്രിയേറ്റഡ് ആവുകയാണ്. SRECയുടെ വാല്യൂ നോക്കൂ, ലാസ്റ്റ് 1. ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റ് 1.
SREC1 എന്ന് പറയുന്നത് ഈ ഓരോ ലിസ്റ്റും അപ്പൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു നെസ്റ്റഡ് ലിസ്റ്റാണ്. ഫൈനലി നമ്മൾ എഴുതാൻ പോകുന്നത് ഈ നെസ്റ്റഡ് ലിസ്റ്റാണ്. ഫോർ ലൂപ്പിന് പുറത്ത് വന്നിട്ട് ഈ നെസ്റ്റഡ് ലിസ്റ്റാണ് നമ്മൾ എവിടേക്ക് എഴുതിയത്, ഫയലിലേക്ക് എഴുതിയത്. അപ്പോൾ നമ്മൾ മാനുവലി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, ആ ഫയൽ സ്റ്റുഡൻറ്റ് ഡേറ്റ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ റൈറ്റ് ചെയ്ത് അവിടെ ആ ഫയലുണ്ട്. ഇനിയും ആ ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. റീഡ് ചെയ്യണമെങ്കിൽ വീണ്ടും പ്രോഗ്രാം എഴുതണം. അതൊരു സെപ്പറേറ്റ് പ്രോഗ്രാമായിട്ട് എഴുതുന്നതെങ്കിലും വീണ്ടും ഇമ്പോർട്ട് തൊട്ട് എഴുതി വരണം. ഞാൻ ഇതിൽ തന്നെ എഴുതിയിരിക്കുന്നു. വിത്ത് ഓപ്പൺ ആണ് യൂസ് ചെയ്തത്. സ്റ്റുഡൻറ്റ് ഡേറ്റ .csv റീഡ് ന്യൂ ലൈൻ ഈക്വൽ ടു നൾ കൊടുത്തു, empty string കൊടുത്തു, as f. ഇനി എന്താ ചെയ്യേണ്ടത്, അതിലൊരു റീഡർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. റീഡർ ഒബ്ജക്റ്റ് reader obj എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഇതിൻ്റെ റിട്ടേൺ വാല്യൂ csv.reader f, ആ മെത്തേഡിൻ്റെ റിട്ടേൺ വാല്യൂ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആർഗ്യുമെൻ്റ് ആ ഫയൽ ഒബ്ജക്റ്റാണ് വരുന്നത്. ഫോർ REC ഇനിയിപ്പോൾ ആ റീഡർ OBJനെ എൻ്റയർ ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫോർ REC ഇൻ റീഡർ OBJ പ്രിൻറ്റ് REC. അതാണ് RECയുടെ ഓരോ ടൈമിൽ വരുന്ന ഓരോ ഐട്രേഷനിലും വരുന്ന വാല്യൂസാണിത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ലാസ്റ്റ് വരെയുള്ള വാല്യൂസ് ഓരോ ലിസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ റീഡിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്.